ഇസ്രായേലി നേതാക്കൾക്കെതിരെ ഉള്ള അന്വേഷണത്തെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഖത്തർ വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നു. അതിനുള്ള ഒരു കോഴ എന്നുള്ള നിലക്കാണ്, ഒരു കൈമടക്കാണ് യഥാർത്ഥത്തിൽ കരീം ഖാന് കൊടുക്കുന്നത് ഈ സംരക്ഷണ ഓഫർ. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ അതിക്രമങ്ങൾ ചെയ്യുന്നവർക്കെതിരെ നീതി നടപ്പാക്കുന്നതിനുള്ള അവസാന ആശ്രയമായാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ICC എന്ന ഈ അന്തർദേശീയ ക്രിമിനൽ കോടതി രൂപീകരിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തല ചരിത്രം അതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ICC എന്നത് നമുക്കറിയാം, അതൊരു രാഷ്ട്രീയ കോടതിയായി മാറിയിരിക്കുകയാണ്. ICCയുടെ ചീഫ് പ്രോസിക്യൂട്ടറായ കരീം ഖാനെക്കുറിച്ച് പ്രമുഖ അമേരിക്കൻ പത്രമായ ദ വാൾ സ്ട്രീറ്റ് ജേണൽ ഈ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 28 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ ICCയുടെ നിഷ്പക്ഷതയെ തന്നെ സംശയത്തിൻ്റെ നിഴലിലാക്കിയിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിൻ്റെ ഈ ICC ഉണ്ടായതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, യുഗോസ്ലാവിയയിലെയും അതുപോലെ റുവാണ്ടയിലെയും യുദ്ധക്കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭ പ്രത്യേക ട്രൈബ്യൂണലുകൾ രൂപീകരിച്ചിരുന്നു. അങ്ങനെ രൂപീകരിച്ച ട്രൈബ്യൂണലുകളിൽ ഒന്നാണ് 1991 യുഗോസ്ലോവിയയിൽ നടന്ന യുദ്ധക്കുറ്റങ്ങൾ വിചാരണ ചെയ്യാൻ 1993 സ്ഥാപിച്ച ഇൻ്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ ഫോർ ദ ഫോമർ യുഗോസ്ലാവിയ എന്ന ട്രൈബ്യൂണൽ. രണ്ടാമത്തേത് 1994 റുവാൻഡൻ വംശഹത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ 1994 രൂപീകരിക്കപ്പെട്ട ICTR അഥവാ ഇൻ്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ ഫോർ റുവാൻഡ. ഈ രണ്ട് ട്രൈബ്യൂണലുകളുടെയും വിജയവും അവ നേരിട്ട വെല്ലുവിളികളുമാണ് ലോകത്തിൻ്റെ ഒരു സ്ഥിരം ക്രിമിനൽ കോടതി വേണമെന്ന ഒരു ചിന്തയിലേക്ക് നയിച്ചത് തന്നെ. അങ്ങനെയാണ്, അതിനെ തുടർന്നാണ് 1998 റോം സ്റ്റാറ്റ്യൂട്ട് അംഗീകരിക്കപ്പെടുന്നതും അതിനെ തുടർന്ന് 2002 ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നിലവിൽ വരികയും ചെയ്തത്. വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് ഇതാണ്. അതായത്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ ചീഫ് പ്രോസിക്യൂട്ടറായ കരീം ഖാനെ ഖത്തർ സംരക്ഷിക്കും എന്ന ഒരു വാഗ്ദാനം കൊടുത്തു എന്നാണ് ഈ പത്രം വാൾ സ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇസ്രായേലിൻ്റെ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധക്കുറ്റങ്ങളും അതുപോലെ തന്നെ മാനുഷിക വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് ആരോപിച്ചാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് 2024 നവംബർ 21 നെതന്യാഹുവിനെതിരെയും അന്നത്തെ ഇസ്രായേലി ഡിഫൻസ് മിനിസ്റ്ററായ യോയാഫ് ഗാലൻറ്റിനെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ആ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ കരീം ഖാനെ പ്രേരിപ്പിക്കാനായാണ് ഖത്തർ ഇത്തരം ഒരു വാഗ്ദാനം അദ്ദേഹത്തിന് നൽകിയത് എന്നാണ് ഈ വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തിനാണ് കരീം ഖാനെ ഖത്തർ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് എന്ന് അറിയണമെങ്കിൽ പാകിസ്ഥാൻ വംശജനായ ആ ചീഫ് പ്രോസിക്യൂട്ടർ നേരിടുന്ന ഗൗരവതരമായ ആരോപണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കരീം ഖാന് ഇങ്ങനെ ഒരു സഹായ വാഗ്ദാനം ഖത്തർ നൽകുന്നത് എന്ന് ഓർക്കണം. അതായത്, ഇസ്രായേലി നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചാൽ ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ കരീം ഖാൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, കരീം ഖാനെ സഹായിക്കാം, ഞങ്ങൾ സഹായിക്കാം, സംരക്ഷിക്കാം എന്ന ഉറപ്പ് നൽകി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഖത്തർ കരീം ഖാന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഈ പത്രത്തിലെ റിപ്പോർട്ട് പറയുന്നത്.
3 ലൈംഗിക ആരോപണങ്ങളാണ് കരീം ഖാൻ നേരിടുന്നത്. അതിലൊന്നാണ് 2023-24 കാലഘട്ടത്തിൽ ICCയിൽ ജോലി ചെയ്തിരുന്ന ഒരു വനിതാ സ്റ്റാഫ് അംഗം ഉയർത്തിയ ആരോപണം. അത് വലിയ ഗൗരവമുള്ളൊരു ആരോപണമാണ്. കരീം ഖാൻ തൻ്റെ ഓഫീസിലും അതുപോലെ സ്വകാര്യ വസതിയിലും അതുപോലെ തന്നെ വിദേശ മിഷനുകളിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും സമ്മതമില്ലാതെ ലൈംഗിക സ്പർശവും അതുപോലെ ലൈംഗിക ബന്ധവും ഉണ്ടാക്കി എന്നൊക്കെയാണ് ഈ വനിതാ ജീവനക്കാരി നടത്തിയ ആരോപണം. ഇത് പരാതി പരിശോധിച്ചത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓഫീസ് ഓഫ് ഇൻറ്റേർണൽ ഓവർസൈറ്റ് സർവീസസ് ആണ് ഈ ജീവനക്കാരി ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. ഈ പരാതി വന്നതിനെ തുടർന്ന് കരീം ഖാൻ 2025 മെയ് മാസത്തിൽ തന്നെ തൻ്റെ പദവിയിൽ നിന്ന് താൽക്കാലികമായി മാറി നിന്നിരുന്നു. റിസൈൻ ചെയ്തിട്ടൊന്നുമില്ല, താൽക്കാലികമായി മാറിയിരുന്നു. നേരത്തെ ഈ ബ്രിട്ടീഷ് പത്രമായ ദ ഗാർഡിയൻ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു വളരെ സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. ഇതിൽ ആരോപിക്കപ്പെട്ട ലൈംഗികാക്രമണത്തിലെ ഇരയായ ജീവനക്കാരിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ട വിവരങ്ങൾ ശേഖരിക്കാം എന്ന ഒരു ഉദ്യമത്തിന് ഖത്തർ 2 സ്വകാര്യ ഏജൻസികളെ ഹയർ ചെയ്തു എന്നാണ് ഗാർഡിയൻ പത്രം നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. നമുക്കിനി ഈ വാൾ സ്ട്രീറ്റ് ജേർണലിൽ നടത്തുന്ന വെളിപ്പെടുത്തൽ എന്താണെന്ന് നോക്കാം. ആ വെളിപ്പെടുത്തലിൻ്റെ പ്രധാന ആധാരം ഒരു സംഭാഷണമാണ്, റെക്കോർഡിംഗ് ആണ്, ശബ്ദരേഖയാണ്. ഇരകളിൽ ഒരാളായ ആ സ്ത്രീയെ, ജീവനക്കാരിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ശബ്ദരേഖയാണത്. ഞാൻ നേരത്തെ പറഞ്ഞ 2 ഖത്തർ ഏൽപ്പിച്ച 2 സ്വകാര്യ ഏജൻസികളുടെ 2 പ്രവർത്തകർ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയാണത്. ഈ സംഭാഷണം നടത്തുന്നതിൽ ഒരാൾ മറ്റേ ആളോട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വാറണ്ടുകൾ പുറപ്പെടുവിച്ചാൽ കരീം ഖാനെ സംരക്ഷിക്കുന്ന കാര്യം തങ്ങൾ ഏൽക്കാമെന്ന് ഖത്തർ കരീം ഖാനെ അറിയിച്ചു എന്നാണ്. ഈ ശബ്ദരേഖയിൽ പറയുന്നത് ക്ലയൻ്റ് രാജ്യം എന്നാണ്. ക്ലയൻ്റ് രാജ്യം എന്ന് പറയുന്നത് പത്രം വാൾ സ്ട്രീറ്റ് ജേർണൽ പറയുന്നത് ആ ക്ലയൻ്റ് രാജ്യം എന്നത് ഉദ്ദേശിക്കുന്നത് ഖത്തറിനെ പരാമർശിക്കാനാണ് എന്നാണ് പത്രം പറയുന്നത്. ഈ ആരോപണങ്ങൾ പക്ഷേ ഖത്തറും അതുപോലെ കരീം ഖാൻ്റെ അഭിഭാഷകനൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്. ഈ പത്രത്തിൻ്റെ വെളിപ്പെടുത്തൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലി നേതാക്കൾക്കെതിരെ ഉള്ള അന്വേഷണത്തെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഖത്തർ വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നു. അതിനുള്ള ഒരു കോഴ എന്നുള്ള നിലക്കാണ്, ഒരു കൈമടക്കാണ് യഥാർത്ഥത്തിൽ കരീം ഖാന് കൊടുക്കുന്നത് ഈ സംരക്ഷണ ഓഫർ. ICC പോലുള്ള ഒരു ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനങ്ങൾ വളരെ പവിത്രമായ സ്ഥാപനങ്ങളാണെന്ന് കരുതുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നതാണ് വാസ്തവം. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ തന്നെ ഒരു ഉദാഹരണമാണ് എടുക്കാം. അതിലെ 47 അംഗരാജ്യങ്ങളിൽ 1 ഡസനോ മറ്റോ മാത്രമാണ് സാമ്പത്തികമായും രാഷ്ട്രീയമായും സ്വതന്ത്ര രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നവ. അതാണ് അമേരിക്കൻ തിങ്ക് ടാങ്കായ ഫ്രീഡം ഹൗസ് പറയുന്നത്. അതുപോലെ 193 അംഗ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ ജനാധിപത്യ രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്നത് 84 രാജ്യങ്ങളെ മാത്രമാണ്. ബാക്കിയൊക്കെ കണക്കാണ്. ജനാധിപത്യം ഭീഷണിയാണെന്ന് കരുതുന്നവരാണ് ബാക്കി മഹാഭൂരിപക്ഷവും. അതിൽ ഈ ഭൂരിപക്ഷവും സെക്യൂരിറ്റി കൗൺസിലും ആണ് ജഡ്ജിമാരൊക്കെ. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അത് മറ്റൊരു കോടതിയാണ്, അതിലെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതൊക്കെ ഇവരാണ്. ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ നിയന്ത്രിക്കുന്നത് അസംബ്ലി ഓഫ് സ്റ്റേറ്റ് പാർട്ടീസ് എന്ന അതിലെ അംഗരാജ്യങ്ങളുടെ ഒരു സമിതിയാണ്. അതിൽ ജനാധിപത്യ രാജ്യങ്ങൾ എന്നത് വെറും ഒരു ന്യൂനപക്ഷം മാത്രമാണ്. ഈ അന്തർദേശീയ നിയമ സംവിധാനങ്ങളിലെ ജഡ്ജിമാരൊക്കെ യഥാർത്ഥത്തിലൊരു പൊളിറ്റിക്കൽ അപ്പോയിൻറ്റുകൾ മാത്രമാണ്. ഒരു ജനാധിപത്യ രാജ്യമായ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കും മുൻ പ്രതിരോധ മന്ത്രിക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ICCയുടെ നടപടി തന്നെ സത്യത്തിൽ അസാധാരണമായൊരു നടപടിയാണ്. ഒരു രാജ്യത്തിലെ
കോടതികൾക്ക് ഇടപെടാൻ കഴിയാത്ത സാഹചര്യമുള്ള രാജ്യങ്ങളിൽ യുദ്ധക്കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള അന്തർദേശീയ കോടതിയാണ് ICC എന്നത്. പക്ഷേ ഇസ്രായേലിൽ സ്വതന്ത്രമായ കോടതിയുണ്ട്. അത് ഞാൻ വെറുതെ പറയുകയല്ല. അവിടെ ഒരു അഴിമതി ആരോപണ കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ ഇസ്രായേലിലെ ഒരു ജില്ലാ കോടതിയിൽ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ ഇസ്രായേലി പ്രധാനമന്ത്രി ഈ ജില്ലാ കോടതിയിൽ വിചാരണക്ക് വേണ്ടി അവിടെ പോവുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയുള്ള രാജ്യമാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടെ സ്വതന്ത്രമായ ഒരു ജുഡീഷ്യറി സിസ്റ്റം നിലവിലുള്ള ഒരു രാജ്യത്തെ ആണ് ഇതേപോലെ പഴയ റുവാണ്ടയെയും അതുപോലെ തന്നെ യുഗോസ്ലാവിയയുടെ ആ കാറ്റഗറിയിലൊക്കെ പെടുത്തുന്നത്. സത്യത്തിൽ ICC എന്നതൊരു കറപ്റ്റ് ബോഡി എന്നാണ് എൻ്റെ നിലപാട്. എല്ലാ യുണൈറ്റഡ് നേഷൻസിൻ്റെ സംഘടനകളും കറപ്റ്റ് ബോഡിയാണ്. അപ്പം ICCയെക്കുറിച്ചുള്ള ഈ വിമർശനത്തെ സാധൂകരിക്കുന്നതാണ് വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ എന്നാണ് ഞാൻ കരുതുന്നത്.